ഹലോ ഗായ്സ്, വെൽക്കം ടു അമൃത വേഴ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാജാജി നഗറിലുള്ള ഓറിയോൺ മാളിലെ ക്രിസ്മസ് വിശേഷങ്ങളാണ്. ഞങ്ങൾ ഈ മാളിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പോകാൻ ഇഷ്ടം ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലും ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യയിലുമാണ്. സോ ഇത്തവണ നമുക്ക് ഓറിയോൺ മാളും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഇവിടെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെയാണ് കണ്ടത് കേട്ടോ. ഇപ്പോൾ പോയ ട്രെയിനും അതുപോലെ തന്നെ ലണ്ടൻ ബസ്സൊന്നും പറഞ്ഞിട്ട് ചെറിയ വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിലിരുന്ന് വേണമെങ്കിൽ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. പക്ഷേ നമ്മൾ വിചാരിച്ചു നടന്ന് കാണുന്നത് കുറച്ചും കൂടി രസമായിരിക്കുമല്ലോ എന്ന്. ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെയാണ് കേട്ടോ ഒരു ക്രിസ്മസ് ട്രീ ഇത്തവണ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇരിക്കണ പോലെ അല്ലേ? അത് ശരിക്കും ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. നമുക്ക് വഴിയെ കാണാം കേട്ടോ. സോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മെട്രോ പിടിച്ചാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരു 4 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡെക്കറേഷൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന മാളായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ എന്തൊക്കെയായിരുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കുറച്ച് സമയം വേണമല്ലോ. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ ഇവിടെ എത്തിയത്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ നമുക്ക് ഇനിയും സമയമുണ്ട് കാണാൻ. അതുകൊണ്ട് നമ്മൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറി അകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അനുഷ്കയുടെ കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലഞ്ചും കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. എസ്കലേറ്ററിൽ ഞങ്ങളുടെ പോസ്റ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. സോ അതും കൂടി കാണാനുള്ള പ്ലാനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി ആയപ്പോഴേക്കും നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചായയും അനുഷ്കയ്ക്ക് ഒരു ജ്യൂസും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫുഡ് കോർട്ടിൽ. അപ്പോഴാണ് അനുഷ്ക ഇവിടെ ഒളിച്ചു കളിക്കുന്നു. വിന്റർ ആയതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കണമെന്നാണല്ലോ ഒരു ആചാരം. സോ അങ്ങനെ ഒരു ജാക്കറ്റ് സ്റ്റൈൽ ആയിട്ടാണ് ഇപ്പോൾ അനുഷ്ക വന്നിരിക്കുന്നത്. തലയെ കണ്ടില്ലേ 2 ബണ്ണൊക്കെ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ? ക്യൂട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചായയും ജ്യൂസൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഈ മോളിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് സാധാരണ ഒരു ചായ കുടിക്കാൻ വേണ്ടി നോക്കിയിട്ട് അങ്ങനെ അധികം കടകളൊന്നും കണ്ടില്ല കേട്ടോ. ബേസിക്കലി കുറേ നേരം തപ്പി കിടന്നിട്ടാണ് ഈ ഒരു കട സ്പോട്ട് ചെയ്തത്. ചായ നല്ല ചൂടാണ്. എനിക്കധികം ചൂട് ചായ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് കുടിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് വന്നത്. നാവ് ചെറുതായിട്ടൊന്ന് പൊള്ളി. ഈ എക്സ്പ്രഷൻ കാര്യമാക്കണ്ട, ഇത് സ്ഥിരമുള്ളതാണ്. അനുഷ്ക പറഞ്ഞ ജ്യൂസും നല്ലതായിരുന്നു കേട്ടോ. സോ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്കിന്ന് അങ്ങനെ വലിയ ഷോപ്പിംഗ് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അകത്തുള്ള ഷോപ്സിലൊന്നും കയറേണ്ട കാര്യം വന്നിട്ടില്ല. നമ്മൾ നേരത്തെ ഇമേഴ്സീവ് എക്സ്മസ് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ കണ്ട് കയറിയാൽ മതി എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ വല്ല തിരക്കാ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്രിസ്മസ് ട്രീയുടെ താഴെയുള്ള ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഏത് വഴിയാണ് കയറേണ്ടതെന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബോക്സിൽ ചുറ്റും നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചുറ്റി ഒരു സൈഡ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇവിടെയാണ് എൻട്രി. സോ ഞങ്ങൾ ടിക്കറ്റ് ആ നിൽക്കുന്ന മനുഷ്യന് കൊടുത്തു. അത് കണ്ട് അകത്തോട്ട് കയറി. ആ ഡോറ് തുറന്നപ്പോൾ തന്നെ അനുഷ്ക വാവ് എന്നായിരുന്നു. അപ്പോൾ ഈ നേരത്ത് അധികം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു സ്പേസ് ഒക്കെ ഉണ്ടായ പോലെ തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു റൂമാണ്. പക്ഷേ ആ ഒരു മിററും ലൈറ്റ്സ് ഒക്കെ വെച്ചപ്പോൾ കുറച്ച് ഇങ്ങനെ ആ ഒരു ഇൻഫിനിറ്റ് ലുക്ക് വരുന്നുണ്ട് അല്ലേ? പിന്നെ ലൈറ്റും കണ്ണാടിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഡാൻസ് വരുമല്ലോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പല വിധത്തിലുള്ള ഡാൻസ് മൂവ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് വെറൈറ്റി സ്റ്റെപ്സ് ഒക്കെ ഇടണമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ വന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഒരു നല്ല പാർട്ടി സോങ് ആയിരിക്കും ഒരു പ്ലേ ചെയ്യാൻ പോണത്. സോ അതിൻ്റെ ഉള്ളിൽ കയറി അറുമതിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവണത് അത് ബേബി ഷക്ക് ടു ഡു 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 ആ പാട്ടൊക്കെയാണ് പ്ലേ ചെയ്തോണ്ടിരുന്നത്. എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ ആ പാട്ടിന് പറ്റിയ സ്റ്റെപ്പ് ഇതല്ലേ ഉള്ളു. അപ്പൊ അതങ്ങോട്ട് ഇട്ട് അനുഷ്ക നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അനുഷ്ക മുമ്പ് ഒരിക്കലേ ഇതുപോലൊരു വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണം എന്നും പറഞ്ഞിട്ട്. സോ റീൽസിലൊക്കെ ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇവിടെ വന്നാൽ ഇത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മോളിൽ വന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ ആ ഡോർ തുറക്കണം. ഓക്കെ ഇനി അടുത്ത് എന്താണ് കാണാൻ പോണേന്ന് ഓർത്തിട്ട്. പക്ഷെ നമ്മൾ പുറത്തേക്കായിരുന്നു ഇറങ്ങിയത്. ഇനിയൊന്നും ഇല്ല കാണാൻ. പകച്ചു പോയി എന്റെ ബാല്യം. ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് പോയി. അതാ പറ്റിയത്. ഇനി ഞാൻ ചെയ്യില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് അത് ഇവിടെ ഇങ്ങനെ ഒരു ലേക്കാണെന്ന് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ലേക്കാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കണ്ടായിരുന്നു കേട്ടോ. അത് രസമുണ്ട് കാണാൻ. പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് രാത്രി ആവണം. അപ്പോഴേ ആ ലൈറ്റ്സിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ബൈ ദ വേ ഇന്നത്തെ അനുഷ്കയുടെ ഹെയർ സ്റ്റൈലൊക്കെ അനുഷ്കയുടെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തോടതിന് ശേഷം പിന്നെ അനുഷ്ക എവിടെ പോകുമ്പോഴും മമ്മ ട്വിൻ ബൺസ് പ്ലീസ്
എന്നാണ് ചോദിക്കാറുള്ളത്. ഇങ്ങനൊരു ഹെയർ സ്റ്റൈല് ചെയ്യണമെങ്കിൽ ഹെയറിന് കുറച്ച് ലെങ്ത് വേണം. അപ്പൊ നമ്മളാണെങ്കിൽ എപ്പോഴും ഹെയർ കുറച്ച് ഷോർട്ടാക്കി വെക്കാനാണ് നോക്കുന്നത്. കാരണം നമുക്ക് അതാണ് കുറച്ചും കൂടി ഈസി മാനേജ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ബ്രേഡ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് ജസ്റ്റ് 2 ട്വിൻറ്റേൽ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു സിംഗിൾ പോണിറ്റേലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അനുഷ്കക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. പക്ഷെ ഇത് ആൾക്ക് സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആയാലല്ലേ അങ്ങനെ ലോങ് ഹെയർ ആയി കഴിഞ്ഞാല് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ കം ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ ഓരോ മോൾ ഇപ്പോൾ ചുറ്റിക്കറങ്ങി കണ്ടോണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ കണ്ട ടെഡി ഇല്ലേ, ടെഡി ആണോ എന്ന് അറിയില്ല, എന്നാൽ നമുക്ക് ടെഡി എന്ന് വിളിക്കാം. അപ്പോൾ അദ്ദേഹം നമ്മളധികം മൈൻഡ് ചെയ്തിട്ടില്ല. അനുഷ്ക അടുത്ത് പോയി എന്നിട്ടൊന്നും ഒരു ഷേക്ക് ഹാൻഡ് എടുക്കാനോ അങ്ങനെയൊന്നും ചെയ്തില്ല. അനുഷ്ക തോണ്ടി പിടിച്ചൊക്കെ നോക്കി, എന്നിട്ട് പോലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ലല്ലോ. നമ്മൾ വടാ മക്കളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നടന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹാംലീസ് കാർണിവൽ ഇവിടെ നടക്കുന്നത്. അപ് ടു 70% ഓഫ്, 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. നമ്മുടെ കൂടെ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് കുട്ടിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ചാടി കയറി ഓടി വന്നത് ദേ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. കുറച്ച് നാളുണ്ട് അനുഷ്ക ദേ ഇങ്ങനെ ഒരു ഡോള് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾക്ക് പറ്റുന്നതാണെങ്കിൽ സഹായിച്ചു കൊടുക്കണം എന്നുള്ള പോളിസിക്കാരാണല്ലോ നമ്മൾ. പക്ഷെ എന്നും പറഞ്ഞ് അപ്പൊ തന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു വില ഉണ്ടാവത്തില്ല അവർക്ക്. അതുകൊണ്ട് കുറച്ച് നാൾ നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യും. അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു കാര്യത്തിലോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഇഷ്ടം മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തേക്കാന്ന്. അങ്ങനെ നമ്മൾ ഇതാ ഒരു പിങ്ക് ഡോൾ വാങ്ങിച്ചിട്ടോ. പിന്നെ അവിടെ കുറച്ച് ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റിംഗ് ടോസ്, ഹൂപ്പ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ ചെന്ന് നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു, കളിക്കാൻ നിന്നില്ല. ദേ നമ്മൾ നേരത്തെ കണ്ട ലേക്ക് സൈഡ് നല്ല ഭംഗിയില്ല ഇപ്പൊ കാണാൻ. സോ പുറത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറി നമുക്ക് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ ഫുഡ് കോർട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് നമ്മളിത് ഇങ്ങനൊരു വ്യൂ കാണുന്നത്. ആ ഒരു സ്നോ ഫ്ലേക്സിന്റെ ലൈറ്റ്സ് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ കുറച്ചു നേരം ഒന്ന് നിന്നു, 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ, ഫുഡ് കോർട്ടിലേക്ക്. പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് കടകളിലൊക്കെ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയൊക്കെ പോയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ഇതുപോലെ ക്യൂട്ട് തിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ടി വരും കുറച്ച് നേരം. പിന്നെ അവിടെ ഒരു ബുക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. സോ അവിടെ ഒന്ന് കയറി. ബുക്സ് മാത്രമല്ല കേട്ടോ, സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്ക് ഈ ക്യൂട്ട് ലിറ്റിൽ തിങ്സ് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് എടുത്ത് നോക്കി തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കി വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഒന്ന് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഇനി നമ്മൾ നോക്കാത്തതുകൊണ്ട് നമുക്കത് മിസ്സായി പോയാലോ എന്നുള്ള പേടിയാണ്. പിന്നെ നമ്മളെന്തായാലും പുറത്തിറങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനാണല്ലോ. പിന്നെ ഓക്കെ, ആളുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കയറി. ഇപ്പം നല്ല തിരക്കുണ്ടേ, അപ്പോൾ ടേബിൾ കിട്ടുമോയെന്നോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ലക്കിലി ഞങ്ങൾ കയറിയപ്പോഴേക്കും ഒരു ടീം ഒരു ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകണ കണ്ടു. വാവ്! അപ്പം നമ്മൾ ചാടി കയറി അവിടെ കയറിയിരുന്നു. സോ ഇത്തവണ നമ്മൾ ട്രൈ ചെയ്തത് ടാക്കോ ബെൽ ആണ്. അവരുടെ ഒരു സിനമൺ ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇപ്പോൾ കഴിച്ചത്. അത് നല്ലായിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അവിടുത്തെ ബുറിറ്റോ ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ബറിറ്റോ എന്താണെന്നറിയില്ല. അനുഷ്ക അവിടെ നിന്നിട്ട് മമ്മ അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഒരു ടെൻഷനാണത്. മമ്മ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അല്ല, പിള്ളേരെ കുറ്റം പണ്ട് കാര്യമില്ല, നമ്മളങ്ങോട്ട് അങ്ങനെയാണല്ലോ ചെയ്യണത്. നമ്മൾ പഠിപ്പിക്കണത് അങ്ങനെ പറ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. പിന്നെ അതിന് നമുക്ക് തിരിച്ചും കിട്ടും. ഈ ടാക്കോ ബെല്ലിന്റെ ഒരു കോംബോ ഓഫറിൽ വന്ന ഒരു മീലാണ് ഞങ്ങൾ ഇപ്പൊ ട്രൈ ചെയ്തത് കേട്ടോ. അതിനിപ്പോ ഭയങ്കര രുചിയൊന്നും പറയാനൊന്നുമില്ല, ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഷോപ്പിംഗ് മാളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്ന് മാത്രമല്ല സാധനങ്ങൾ വാങ്ങിക്കുക, പല കടയിൽ നിന്നായിട്ട് പലതും വാങ്ങിച്ച് കഴിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് പല ഫുഡ് വെറൈറ്റീസും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ അടുത്ത നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഹോട്ട് ഡോഗ്. ഞങ്ങൾക്ക് അതിൽ ആ മസ്റ്റാർഡ് സോസ് അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കഴിച്ചു, കുഴപ്പമുണ്ടായില്ല, നല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ കുറച്ച് ചിക്കൻ ഐറ്റംസ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. പോപ്പേസ് എന്നാണ്, അത് ഞാൻ പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. KFC പോലെ തന്നെയാണ്, ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവിടെ ആ ഒരു ചിക്കൻ ഐറ്റംസ് നല്ലതായിരുന്നു കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി, അകത്ത് നല്ല ജ്യൂസി, ആ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നടക്കണം നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ മാളിന്റെ പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സിന്റെ സൈഡിൽ കൂടി കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ്സിന്റെ ഒക്കെ ആ ഒരു ലൈറ്റ്സും ആംബിയൻസ് ഒക്കെ നല്ലതാണ് കേട്ടോ. സോ അവിടെയുള്ള മറ്റ് ഷോപ്സും ജസ്റ്റ് ഒന്ന് ഇതേപോലെ നടന്ന് കണ്ടു. ആ ഒരു രാത്രിയിൽ ആ ലൈറ്റ്സിൽ ആ ഷോപ്സൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അനുഷ്കക്കാണെങ്കിൽ ഈ കടയിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ അങ്ങോട്ട് ഇവിടെയൊക്കെ നടന്നു കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കണ്ടു.
അത് കഴിഞ്ഞിട്ടൊരു സെൽഫി വീഡിയോ ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കറക്കി വന്നപ്പോൾ ദേ ബസ് വന്നു. എൻ്റെ അമ്മേ, അയ്യോ ഇപ്പം ആ ബസ്സിൻ്റെ മേലെ കിടന്ന് പോയേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറിയൻ മാളിലെ ക്രിസ്മസ് വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾ ക്രിസ്മസിൻ്റെ ഏത് മാളാണ് വിസിറ്റ് ചെയ്തത്? കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.